Hello everyone, let's do the exercise 11.2 question number 7. The floor of a building consists of 3000 tiles which are rhombus shaped and each of its diagonals are 45 cm and 30 cm in length. Find the total cost of polishing the floor if the cost per meter square is rupees 4. ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ആ ഫ്ലോറിൽ 3000 ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ടൈൽസിൻ്റെ ഷേപ്പ് റോംബസ് ഷേപ്പാണ്. ആ ടൈലിൻ്റെ ഡയഗണൽസ് വരുന്നത് 45 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെ 3000 ടൈൽസ് ആണ് ആ ഫ്ലോറിലുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പോളിഷിങ് ദ ഫ്ലോർ. ആ ഫ്ലോറിൽ ഈ ടൈൽസ് വിരിക്കാനുള്ള പൈസയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒരു മീറ്റർ പെർ സ്ക്വയറിന് വരുന്നത് ₹4 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഏരിയ ഓഫ് ദ ഫ്ലോർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എന്നിട്ട് ആ കിട്ടുന്നതിന് ഒരു മീറ്റർ സ്ക്വയറിന് ₹4 ആണെങ്കിൽ ആ മൊത്തം ഏരിയയുടെ ഫ്ലോറിൻ്റെ ഏരിയയ്ക്ക് വരുന്നത് നമുക്ക് ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഓഫ് ദ ഫ്ലോർ ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഏരിയ ഓഫ് ദ ഫ്ലോർ മീൻസ് ആ ഫ്ലോറിൽ 3000 ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ ഫ്ലോർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് 1 ടൈൽ ഇൻറ്റു 3000 ചെയ്താൽ മതി. ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ 3000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് തന്നെയാണ് ആ ഫ്ലോറിൻ്റെ ഏരിയ. അപ്പോൾ ടൈല് റോംബസ് ഷേപ്പാണെന്ന് തന്നിട്ടുണ്ട്. സോ ഏരിയ ഓഫ് റോംബസ് ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഏരിയ ഓഫ് റോംബസ് ഇസ് ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ഇൻറ്റു 3000 വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ ടൈലിൻ്റെ 2 ഡയഗണൽസ് തന്നിട്ടുണ്ട്. വൺ ഈസ് 45 ആൻഡ് നെക്സ്റ്റ് ഇസ് 30 ഇൻറ്റു 3000. ഇനി ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയഗണൽസ് തന്നത് സെൻറ്റിമീറ്ററിലാണ്, പക്ഷേ ഏരിയ മീറ്റർ സ്ക്വയറിലുള്ള റുപ്പീസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡയഗണൽസിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 45 എന്നുള്ളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 45 ഡിവൈഡഡ് ബൈ 100, ഹിയർ 30 ഡിവൈഡഡ് ബൈ 100 ആവും. സോ വിച്ച് ഇസ് ഈക്വൽ ടു, ഈ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 0, ഇവിടെ 2 0 ആൻഡ് ഈ 0 0 ക്യാൻസൽ ചെയ്യാം. ഹിയർ ഓൾസോ 0. ദറ്റ് ഇസ് 1/2 ഇൻറ്റു 45 ഇൻറ്റു 3 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 45 ഇൻറ്റു 9 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 45 ഇൻറ്റു 9 ഇസ് 405. ഇനി 405നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 1/2 ഇൻറ്റു 405 വി ഗെറ്റ് 202.5 ആണ് കിട്ടുക മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദി ഏരിയ. സോ ഏരിയ ഓഫ് ദ ഫ്ലോർ 202.5 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു മീറ്റർ സ്ക്വയറിന് ₹4 ആണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയറിന് കാണാം അല്ലേ. സോ cost of polishing is equal to 202.5 into 4. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get ₹810. This is the answer. Question number 8. മോഹൻ wants to buy a trapezium shaped field. മോഹൻ ഒരു ട്രപ്പീസിയം ഷേപ്പിലുള്ള ഒരു ഫീൽഡ് വാങ്ങാൻ തീരുമാനിച്ചു. ഇറ്റ്സ് സൈഡ് എലോങ് ദ റിവർ ഈസ് പാരലൽ ടു ആൻഡ് ട്വൈസ് ദ സൈഡ് എലോങ് ദ റോഡ്. ഇതാണ് ആ ഫീൽഡ് വരുന്നത്, ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ്. അതിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഒരു റിവറിനോട് ചേർന്നിട്ടുള്ള സൈഡാണ്, ഇത് റോഡിനോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ റിവറിനോട് പാരലായിട്ട് വരുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് റോഡിൻ്റെ ഭാഗത്തുള്ളത് അതിൻ്റെ ഡബിളാണ് ഇവിടുത്തെ ലെങ്ത്ത്, റിവറിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ലെങ്ത്ത് വരുന്നത്. ഇഫ് ദ ഏരിയ ഓഫ് ദിസ് ഫീൽഡ് ഈസ് 10,500 മീറ്റർ സ്ക്വയർ, ഈ ഫീൽഡിൻ്റെ ഏരിയ ഗിവൺ ആണ്
ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ സൈഡ്സ് ഇസ് 100. ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 100 ആണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് എലോങ് ദ റിവർ. ഈ റിവറിനോട് ചേർന്നിട്ടുള്ള ഈ സൈഡ് അത് എത്രയാണെന്നാണ് നമുക്ക് കാണാനുള്ളത്. സോ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് ഈ സൈഡിൻ്റെ ഇവിടെ എത്രയാണോ അതിൻ്റെ ഡബിൾ ആണ് ഈ സൈഡ് വരുന്നത് എന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സൈഡ് നമുക്ക് അറിയില്ല, അപ്പോൾ നമുക്കിതിനെ എക്സ് എന്ന് എടുക്കാം. സോ ലെറ്റ് ദ സൈഡ് along the road is equal to x. Then the side along the river is the side along the river is 2x. Okay, ini it is given the area of this field. So this is in trapezium shape, so we can write the area of trapezium is half into b1 plus b2 into h. Okay, here the area is given. What is 10,500 is equal to half into b1. b1 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. this is b1 and this is b2. here b1 നമ്മൾ x ആയിട്ട് എടുത്തിട്ടുണ്ട്. so x plus b2 is 2x into h. Here it is 100 meter. So which is 10,500 is equal to this 2 and 100 can be cancelled. So 100 will become here 50. So x plus 2x is 3x into 50. That is 10,500 is equal to 3 into 50 is 150x. That is 150x is equal to 10,500. From this we can write x is equal to 10,500 divided by 150. This 0 can be cancelled. Next 1,550 divided by 15 ചെയ്ത് നോക്കാം. From this നമുക്ക് കിട്ടും x is equal to 70. Okay, so x നമ്മൾ എടുത്തത് the side along the road ആണ്. നമുക്ക് കാണാനുള്ളത് side along the river ആണ്. So x is 70. So side along the road is 70 meter and side along the river is 2 into 70. It is 140 meter. Question number 9. Top surface of a raised platform is in the shape of a regular octagon as shown in the figure. ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ടോപ്പ് സർഫസ് ഈ ഒരു ഷേപ്പിലാണ്. ദിസ് ഇസ് ഇൻ ഒക്ടോഗണൽ ഷേപ്പ്. ഓക്കെ, റെഗുലർ ഒക്ടഗൺ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. 8 സൈഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സൈഡ് അതായത് 5 മീറ്റർ ആണ്. അപ്പോൾ എല്ലാ സൈഡും 5 മീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 11 മീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് 4 മീറ്റർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഒക്ടഗണൽ സർഫസ്. വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. സോ ദിസ് ഈസ് ദ ഫിഗർ. നമുക്കിതിനൊന്ന് നെയിം ചെയ്ത് നോക്കാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, ദിസ് ഈസ് എ റെഗുലർ ഒക്ടഗൺ. ഈ സൈഡ് 11 മീറ്റർ ആണ്. സോ ദിസ് ഈസ് ഓൾസോ 11 മീറ്റർ. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 5 മീറ്റർ. സോ എല്ലാ സൈഡ്സും 5 മീറ്റർ ആയിരിക്കും. 5 മീറ്റർ. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഇവിടെയും അതേപോലെ ഈ ഒരു ഹൈറ്റ് 4 മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഏരിയ കാണാം. സോ ഇതിൻ്റെ ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് എ ബി ജി എച്ച്, ഇതൊരു ട്രപ്പീസിയാണ് അല്ലേ? കണ്ടോ, എ ബി ജി എച്ച് ഇതൊരു ട്രപ്പീസിയാണ്. 2 പാരലൽ സൈഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഏരിയ, ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ, ഇതും ഒരു ട്രപ്പീസിയാണ്, താഴെയും ഒരു ട്രപ്പീസിയാണ്, ആൻഡ് മിഡിലിൽ അതൊരു റെക്റ്റാങ്കിളും ആണ്.
അപ്പോൾ ആദ്യം ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുക, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുക, ദെൻ ഇതിൻ്റെ ഏരിയ കാണുക. എന്നിട്ട് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫുൾ ഈ ഫിഗറിൻ്റെ ഏരിയ കിട്ടും. സോ വി ക്യാൻ റൈറ്റ് area of the octagonal surface is equal to area of trapezium. ആദ്യത്തെ ട്രപ്പീസിയം ഇതാണ്. ഓക്കെ, ABGH, ഏരിയ ഓഫ് ട്രപ്പീസിയം ABGH പ്ലസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ BCFG പ്ലസ് ഇതിൻ്റെ ഏരിയ ഓഫ് ട്രപ്പീസിയം CDEF. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഏരിയ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഏരിയ ഓഫ് ട്രപ്പീസിയം ABGH ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയത്തിൻ്റെ ഫോർമുല നമുക്കറിയാം, ഹാഫ് ഇൻറ്റു B1 പ്ലസ് B2 ഇൻറ്റു H പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയം ഹാഫ് ഇൻറ്റു B1 പ്ലസ് B2 ഇൻറ്റു H. ഇനി ഓരോ കേസിലെയും B1ഉം B2 H അതുപോലെ ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ട്രപ്പീസിയം, അതിൽ B1ഉം B2 ഏതാണ് വരിക, ഇതാണ് ഫസ്റ്റ് ട്രപ്പീസിയം. അതിൽ B1 ഇത്, B2 ഇത് അല്ലേ, 11 മീറ്ററും 5 മീറ്റർ ആൻഡ് ഹൈറ്റ് വരുന്നത് 4 മീറ്റർ. സോ നമുക്ക് എഴുതാം 11 പ്ലസ് 5 ഇൻറ്റു 4 പ്ലസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നോക്കുക, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് വരുന്നത് 11, ബ്രെഡ്ത്ത് 5. സോ 11 ഇൻറ്റു 5 പ്ലസ് ഹാഫ് ഇൻറ്റു നെക്സ്റ്റ് ട്രപ്പീസിയത്തിൻ്റെ B1ഉം B2. ഇതാണ് അടുത്ത ട്രപ്പീസിയം, അതിൻ്റെ B1 5 അല്ലെങ്കിൽ 11 എടുത്താലും മതി. 11 ഇൻറ്റു 5, ഹൈറ്റ് വരുന്നത് ഇവിടെ 4 ആണ്, അപ്പോൾ ഇവിടെയും 4 ആയിരിക്കും. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു 11 പ്ലസ് 5 ഇൻറ്റു 4 which is equal to half into 11 plus 5 16 into 4 plus 11 into 5 is 55 plus half into 11 plus 5 16 into 4 which is equal to 2 and 4 can be cancelled, so ഇവിടെ 2i 16 into 2 plus 55 plus ഇവിടെ അതേപോലെ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2, that is 16 into 2. 16 into 2 is 32 plus 55 plus 32 which is equal to, add ചെയ്യുമ്പോൾ we get 119 meter square. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10ഉം 11ഉം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നന്നായി വായിച്ച് നോക്കുക, എന്നിട്ട് തനിയെ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. See you next class. Thank you.